പോർച്ചിൽ ചെന്ന് നോക്കുമ്പോൾ കാറ് കൃത്യമായിട്ട് ഒരു നൂല് പിടിച്ച പോലെ ഞാൻ കൊണ്ട് ഇട്ടിരിക്കുക. സെൻട്രൽ ലോക്ക്, ഹാൻഡ് ബ്രേക്ക് എല്ലാം കൃത്യം. പക്ഷെ ഒന്നും ഓർമ്മയില്ല. ഇനി അതുപോലെ എങ്ങനെ സംഭവിച്ചാണോ അനിയേട്ടാ? വണ്ടി വേറെ മനുഷ്യൻ വേറെ, രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യരുത്. ഇല്ല, ചെയ്യുന്നില്ല. ഒരു നിഴല് പോലെ, നിഴലാട്ടം പോലെ വലാമണി. സുമംഗലേ, ദൈ ചന്ദനം കൂടി അങ്ങോട്ട് തൊട്ടോളൂ, ആരും സംശയിക്കണ്ട. ഉണ്ണിയേട്ടന് ഇതൊക്കെ നല്ല വശമാണല്ലേ? എന്ത്? വേറെ എവിടെയെങ്കിലും പോയിട്ട് ചന്ദനക്കുറി വിട്ട് വീട്ടിൽ വന്നാ മതിയല്ലോ, ആരും സംശയിക്കില്ലല്ലോ. സുമംഗലേ, നീയും കൂടി എന്നെ ഇങ്ങനെ പരിഹസിക്കരുത്. വെറുതെ പറഞ്ഞതാ ഉണ്ണിയേട്ടാ. വാ. മൈഥിലി, മൈഥിലി, മൈഥിലി. ആ, അമ്മ അമ്പലത്തിൽ പോയതാണോ? അതെ, മൈഥിലി പറഞ്ഞില്ലേ? പറഞ്ഞു, പക്ഷേ എന്തു പറ്റി? അല്ല, മൈഥിലെ പിന്നെയും കാണുന്നില്ല. അത്രേ ഉള്ളോ? വല്ല കട്ടിലിനടിയിലോ വാതിലിന്റെ മറവിലോ ഒക്കെ നോക്ക്, അവിടെ എവിടെയെങ്കിലും കാണും. അല്ലമ്മേ. അമ്മേ, അറപ്പുരയുടെ ഭാഗത്ത് നിന്ന് ഒരു ഞരക്കവും വിളിയൊക്കെ കേൾക്കുന്നു. മൈഥിലിയേട്ടത്തിയുടെ ശബ്ദം പോലെ. നോക്കിക്കൂടായിരുന്നോ? ഇപ്പം മോളിൽ തുണി വിരിച്ചത് എടുക്കാൻ പോയപ്പോഴാ ഞാൻ കേട്ടത്. അങ്ങോട്ടേക്ക് പോരുതെന്ന് അമ്മ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ പോയി നോക്കിയില്ല. ആ മുറിക്ക് വായുസഞ്ചാരം കുറവാണല്ലോ. അമ്മേ, അയ്യോ, ഇവിടെ ആരും ഇല്ലേ? അമ്മേ, ആരെങ്കിലും ഒന്ന് തുറന്നു വിട്. അയ്യോ, എന്തേ കാണുന്നേ? എത്ര മണിക്കൂറായി? ആരാ എന്നെ ഇതിനകത്തിട്ട് പൂട്ടിയത്? അമ്മേ, ദേ താക്കോല് താഴെ കിടക്കുമായിരുന്നു. ഇറങ്ങി വാടി ഇങ്ങോട്ട്. എന്താ ഇവിടെ? എന്നെ ആരും മനഃപൂർവ്വം ഇതിനകത്ത് പൂട്ടിയിട്ടത് അരവിന്ദേട്ടാ. നീ ചോദിച്ചതിന് സമാധാനം പറ. നീ എന്തിനാ അറപ്പുരേ കയറിയത്? നിന്നെ ആരും പിടിച്ചുകൊണ്ടൊന്ന് കെട്ടിയിട്ടൊന്നുമല്ലല്ലോ. കള്ളിയാ ഇവള്, പേരും കള്ളി. പലതവണയായി ഇവൾ അറപ്പുരയിൽ കണ്ണു വയ്ക്കുന്നു. ഒരിക്കൽ ഞാൻ താക്കിയത് കൊടുത്തതാ, അനുസരിച്ചില്ല. പറയടി, എന്താ നിന്റെ ഉദ്ദേശം? പറയാൻ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. വാതില് തുറന്നു കിടക്കുന്ന കണ്ടപ്പോ അടയ്ക്കാൻ വേണ്ടി കയറിയതാ. അടയ്ക്കാൻ വേണ്ടി കയറുന്നത് അകത്തുനിന്നാണോടി? അല്ല, കണ്ടില്ലേ അരവിന്ദ, ഇവളുടെ നിൽപ്പ് കണ്ടില്ലേ? നീ ഒറ്റ ഒരുത്തനാ ഇവളെ ചീത്തയാക്കുന്നത്. എന്ത് ചെയ്താലും മിണ്ടില്ല നീ. ഭാര്യയെ അനുസരിപ്പിക്കാൻ പഠിക്കണം. ഏട്ടത്തി പലപ്പോഴും ആ ഭാഗത്തേക്ക് പോകുന്നത് ഞാൻ കാണാറുണ്ട്. പക്ഷേ അത് അറപ്പുരയ്ക്കകത്തേക്കാണെന്ന് എനിക്കറിയില്ലായിരുന്നു. സത്യം പറയടി, നീയല്ലേ എന്നെ പൂട്ടിയിട്ടത്? പറ, നീയല്ലേ? അയ്യോ, ഇതെന്തൊരു കഷ്ടമാ. ഞാൻ ആ ഭാഗത്തേക്ക് വന്നിട്ട് കൂടിയില്ല. ഓ, ആരും പൂട്ടിയിട്ടതൊന്നുമല്ല, പരദേവതമാര് ബന്ധിച്ചതാ ഇവളെ. അവര് നിധി പോലെ തറവാട്ട് സ്വത്ത് കാത്തു സൂക്ഷിക്കുന്ന അറയാ ഇത്. ഓ പിന്നെ, പരദേവതമാർക്ക് സ്വർണ്ണ സൂക്ഷിക്കലല്ലേ പണി. മൈഥിലി,
നിർത്ത്. തെറ്റ് ചെയ്തിട്ട് ചുമ്മാ നിന്ന് പുലമ്പല്ലേ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അമ്മയ്ക്ക് അറപ്പുരയെ കേറാങ്കി എനിക്കും കേറാം. ഞാനിങ്ങനെ ജാതിയിൽ താണതൊന്നും അല്ലല്ലോ. ഞാൻ കേറും. നീ കേറൂടി. ആ തുറക്കത്തിനും പറയുന്നോടി. എന്നെ തല്ലാനും തുടങ്ങിയല്ലേ. കാണിച്ചുതരാം ഞാൻ. ഇതിന് സമാധാനം പറയിപ്പിക്കും ഞാൻ എല്ലാവരെയും കൊണ്ട്. ഇക്കടി അങ്ങോട്ട്. ആ അഭി, വീട്ടിലാണോ കാർത്തിക്? ഏയ് അല്ല, ഹോസ്പിറ്റലില്. എന്താ അഭി? ഒന്നുമില്ല, ഞാൻ വെറുതെ കാർത്തിക്കിന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വരുമെന്ന് പറഞ്ഞപ്പോൾ ഒരു ടെൻഷൻ, അതുകൊണ്ട് വിളിച്ചതാ. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരൊന്നുമില്ല. എൻ്റെ അമ്മയും ചേച്ചിയും വരും, പിന്നെ ഒരു അമ്മാവനും. അല്ല, അതിനെന്തിനെത്ര ടെൻഷൻ? അതല്ല, എന്നാലും ആദ്യമായിട്ട് കാണുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന്. അഭി കൂടുതലൊന്നും സംസാരിക്കണ്ട. ഒരുപാട് സംസാരിക്കാത്തവരെ വലിയ ഇഷ്ടമാണ് എൻ്റെ അമ്മയ്ക്ക്. അല്ലെങ്കിലും കൂടുതൽ സംസാരിക്കുന്ന സ്വഭാവം എനിക്കില്ലല്ലോ. എന്നാലും അവർക്ക് എന്നോട് ഇഷ്ടക്കുറവുണ്ടാവൂ? എന്തിന്? നിന്നെ കണ്ട ആർക്കാ ഇഷ്ടപ്പെടാത്തത്? അതല്ല, എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടില്ലേ അവരോട്? പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ മാരേജിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കില്ലേ അവര്? ഇല്ല, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. താൻ പ്രത്യേകിച്ച് ഒന്നും പറയാതിരുന്ന അവരൊന്നും ചോദിച്ചു വിഷമിപ്പിക്കില്ല. പോരെ? ശരി. നല്ല മൂഡിലാണല്ലോ ഇന്ന്. കുടിച്ച കുത്തി മറിയണം, അതാണ് എൻ്റെ ഒരു രീതി. പക്ഷെ രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ്. ഓഫീസിലാണെങ്കിൽ പെടുപ്പത് പണിയുണ്ട്. ജോലി കൂടുതലുണ്ടെങ്കിൽ ഞാൻ വന്ന് സഹായിക്കാൻ അനന്തുവിനെ. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ശരിക്കറിയാം എനിക്ക്. ഞാൻ ഓഫീസിൽ വന്നാ അനന്തു റിലാക്സ് ആവും. നീ ജോലി ചെയ്യുന്നേ എന്നെ സഹായിക്കാനാണെങ്കിൽ കൊള്ളാം. ഇനി അല്ല കാശിനാണെങ്കിൽ വേണ്ട. ഇത് അഴകത്ത് വീടാ, അറപ്പുരയിൽ നിധി ഇരിക്കുന്ന വീട്. അറപ്പുരയിൽ നിധിയോ? അനന്തു കണ്ടിട്ടുണ്ടോ? ആ ആ ആ പക്ഷെ ആരും അങ്ങനെ കാണാൻ പാടില്ല. സ്വർണവും മുത്തും രത്നവും പവിഴവും ഒക്കെ ഉണ്ട്. നീ ആ ഭാഗത്തേക്കൊന്നും പോയേക്കരുത്. ആരെങ്കിലും പോയി നോക്കിയിട്ടുണ്ടോ? അമ്മയ്ക്ക് അധികാരം. അതെന്തിനാ അറപ്പുരയിൽ വെച്ചേക്കുന്നേ? അറപ്പുരയിലല്ല, അറപ്പുരയ്ക്കകത്തൊരു ലോക്കറുണ്ട്. അതിൻ്റെ അകത്ത് വെച്ച് പൂട്ടിയിരിക്കും, ആരും തുറക്കാൻ പാടില്ല. അമ്മ ഒഴിച്ച് ആരെങ്കിലും തുറന്നാലേ അഴകത്തോട് കത്തിപ്പോവും. ഇവനായിരിക്കൂ നിധി കട്ടെടുത്ത കള്ളൻ.
രച്ചു വാ കിടക്കാം. ബാലേച്ചി, ഇന്ന് ഞാൻ അമ്മയുടെയും ബാലേച്ചിയുടെയും കൂടെ കിടന്നോട്ടെ? മോള് കിടക്ക്. നീങ്ങ. ഇനി എന്നാ ഇങ്ങനെ നമ്മുടെ വീട്ടില് എനിക്ക് ഇതുപോലെ കിടക്കാൻ പറ്റുക? നാളെ മുതൽ ഞാൻ ഹോസ്പിറ്റൽ ബെഡിലായിരിക്കില്ലേ? ഹോസ്പിറ്റലിൽ നിന്ന് മോൾ അസുഖമൊക്കെ മാറി വരുമ്പോ പിന്നെ എന്നും നമുക്കിങ്ങനെ കിടക്കാം, അല്ലേ അമ്മേ? ദൈവം നമ്മളെ കൈവിടില്ല. അതിന് മാത്രം തെറ്റൊന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. ഉറങ്ങിക്കോ. അമ്മ അവള് വരുന്നുണ്ട്. ഞാൻ പോവാ. മോനെ അരവിന്ദ, ഓ ജോലിക്കാരെങ്കിലും കിട്ടുമെന്ന് നോക്ക്. ആ അടുക്കള പണിക്ക് ആരെങ്കിലും വേണം. ഞാൻ പോവാ. ജോലിക്കാർക്കൊക്കെ ഇപ്പൊ ഭയങ്കര കൂലിയാ, മുതലാവില്ലമ്മേ. പോയാ പിന്നെ ഞാൻ വിളിച്ചാലും വരത്തില്ല. നമുക്ക് തോട്ടത്തിൽ നിന്ന് ആരെങ്കിലും കിട്ടിയാലും മതി. അവരാവുമ്പോ ഒതുക്കത്തിൽ നിന്നോളും. ഞാൻ പോവാന്ന്. ഞാൻ നോക്കട്ടെ, വൃത്തിയും വെടുപ്പുള്ള ആരെങ്കിലും കിട്ടണ്ടേ? പുറകേന്ന് വിളിക്കാന്ന് ആരും വിചാരിക്കണ്ട. ഞാൻ വരില്ല. അമ്മേ അവള് പോവാ. ആർക്കറിയാം, നോക്കട്ടെ. കാർ എന്തിനാ? കാർ ഇവിടുത്തെ അല്ലേ? അതുകൊണ്ട് ഞാനല്ലേ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് ഇത് ഇവിടുത്തെ കാറല്ലേ? ഞാൻ കൊണ്ടുപോവും. എന്റെ 250 പവനില് 20 പവൻ അരവിന്ദേട്ടൻ എടുത്തിട്ടുണ്ട്. അതിലങ്ങ് വരവ് വെച്ചാ മതി. വരവൊന്നും വയ്ക്കണ്ട. അത് വേണമെങ്കിൽ ഇപ്പൊ തന്നെ തന്നുവിടാം. നീ ഇനി ഇങ്ങോട്ട് വരാതിരുന്നാ മതി. കണ്ടോ ഈ കോലടിച്ചത് കണ്ടോ? ഇതിന് മുറി കൂടിയാലേ ഞാൻ ഇതിനകത്തേക്ക് തിരിച്ചു വരും. നിങ്ങളുടെ താക്കോല്. അമ്മേ ഇവിടത്തെ പൊറുതി മതിയാക്കി പോവാണോ നീ? ആണെങ്കി അതെനിക്ക് സങ്കടമാവും. നീ ഇവിടെ തന്നെ വേണം. നിന്നെ എനിക്ക് ഇവിടെ ഇട്ട് പൂച്ച എലിയ തട്ടണ പോലെ തട്ടണം. അയ്യോ, തട്ടി തട്ടി അവസാനം നിന്നെ കൊല്ലാകൊല ചെയ്ത് കൊല്ലണം. അയ്യടാ, അതിന് ഞാൻ നിന്ന് തന്നിട്ട് വേണ്ടേ? നിന്ന് തരില്ല, നിന്ന് തരരുത്. നിന്റെ ആയുസിന് നല്ലത് അതാ. ഇനി തിരിച്ചു വരണ്ട. ഇന്നലെ ഞാൻ കാരണം നിന്റെ ഭർത്താവ് നിന്നെ തല്ലി. ഇവിടെ നിന്നാ ഇനി അമ്മ തല്ലും. പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ നിന്റെ ചെവിക്കല്ല് നോക്കി തല്ലും. അതിനുള്ള പണിയൊക്കെ ഞാൻ ചെയ്യും. അങ്ങനെ നീ ആർക്കും വേണ്ടാതാവുമ്പോ എന്റെ അടുത്ത് കാല് പിടിച്ച് വരും. അപ്പോ ഞാൻ കഴുത്തിന് പിടിച്ച് ഭിത്തിയോട് ചേർത്ത് മർമ്മം നോക്കി കുത്തു വെച്ച് തരും. ആരും അറിയില്ല. 90-ാം ദിവസം ചത്തുപോകും നീ. കാണണോ ആ ഒടുക്കത്തെ കുത്തിന്റെ ഒരു സാമ്പിൾ? വേണ്ട, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനല്ലേ?
ശരിക്കും മർമ്മം വല്ലതും ആയിരുന്നു എന്തോ. അയ്യോ കവിതേ, അയ്യോ കൈ മാറ്റ്. ഒരുപാട് ഭംഗിയൊന്നും വേണ്ട ബാലേച്ചി. ആശുപത്രിയിലേക്കല്ലേ പോകുന്നേ? ഓപ്പറേഷന് പോയി കിടക്കാനല്ലേ? അതുകൊണ്ടെന്താ? ഡോക്ടറും നഴ്സുമാരൊക്കെ കാണുമ്പോ സുന്ദരി കുട്ടിയായിരിക്കണം. ആ ക്ലിപ്പ് താ. എത്ര ദിവസം കിടക്കേണ്ടി വരും ഹോസ്പിറ്റലില്? ഒരുപാട് ദിവസമൊന്നും വേണ്ടി വരില്ല മോളെ. ഓപ്പറേഷൻ കഴിഞ്ഞാ കൂടി വന്നാ ഒരാഴ്ച, അത്രേ ഉള്ളൂ. രക്ഷപ്പെട്ടല്ലേ? ഇങ്ങനെ പറയരുതെന്ന് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് രച്ചുവിനോട്. രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ നമ്മൾ ആശുപത്രി പോകുന്നത്? എന്താ ലച്ചു ചേച്ചി ഇത്? കരയാതിരിക്കും. എനിക്ക് സഹിക്കാൻ പറ്റണ്ടേ ബാലെ? ഞാനും കൂടെ പോന്നോട്ടെ ആശുപത്രിയിലേക്ക്. ലച്ചു ചേച്ചി പോയാൽ നന്നായിരിക്കും. പിന്നെ ലച്ചു ചേച്ചി ആയിരിക്കും അഡ്മിറ്റ് ചെയ്യേണ്ടി വരിക. സമയം പോന്നു, ഇറങ്ങാം. വാ മോളെ. ഈശ്വര, സമസ്ത അപരാധവും പൊറുക്കണേ. എന്റെ കൊച്ചിനെ ആപത്തൊന്നും കൂടാതെ കാത്തുരക്ഷിക്കണേ. ഞാൻ രാവിലെ എണീറ്റാൽ കണി കാണുന്നത് എന്റെ കൊച്ചിന്റെ മുഖം. വേറൊരു കുഞ്ഞിന്റെ മുഖം ഞാൻ കാണുന്നില്ല. പോട്ടെ ലച്ചേച്ചി. പോയിട്ട് വരാന്ന് പറ മോളെ. പോയിട്ട് വരാം ബാലേച്ചി. പോയിട്ട് വരും. ചെല്ല്. രച്ചു ഇറങ്ങുന്നത് വരെ കഷ്ടപ്പെട്ട് പിടിച്ചു നിർത്തിയതാ കരച്ചില്. കൊച്ചു രക്ഷപ്പെടും, സുഖാവും. അല്ലല്ലോ ചേച്ചി? വിട്ടു പോയില്ലടാ. ഞാനിതെങ്ങനെ സഹിക്കുക? രാഘവൻ തന്നെയാ കൊന്നത്. നേരം വിളിക്കുന്നതിന് മുമ്പ് കൊന്നുകളയെന്നോ പറഞ്ഞതാ. എന്നെ തനിച്ചാക്കിട്ട് പോയിരുന്നു പോലെ. എന്താടാ നീ ഇവിടെ വണ്ടി നിർത്താൻ പെട്ടെന്ന് പോ. എന്താ എന്താ പ്രശ്നം? അപ്പൂന്റെ അനിയൻ പാച്ചുവിനെ കൊന്ന നീയാണോ? അല്ല, ഞാനല്ല കൊന്നത്. രാഘവനെ കൊന്നതെന്നാ എല്ലാരും പറയുന്നേ. ഇന്നലെ വഴക്കുണ്ടാക്കിയപ്പോ നീ കൊല്ലൂന്ന് പറഞ്ഞല്ലേ? പറഞ്ഞു എന്ന് വെച്ച് ഞാനല്ല. എന്തായാലും രാഘവൻ പെട്ടെന്ന് പോ. ചിലപ്പോ ഇവിടെ വെട്ടും കുത്തും നടക്കും. അതിന് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാനല്ലെന്ന് പറഞ്ഞില്ലേ? ഇന്നലെ രാത്രി ഇവൻ വീട്ടിലുണ്ടായിരുന്നു. ആ, അത് പറഞ്ഞ അപ്പൂന് മനസ്സിലാവില്ല. അമ്മയും അനിയത്തിയും കൂടെ ഉണ്ടെന്ന് ഓർക്കണം. അവരെ അപകടത്തിലാക്കരുത്. രാഘവൻ ഇവിടുന്ന് പോ. രാഘവ, നമുക്ക് ഇവിടുന്ന് പോവാം. എനിക്ക് പേടിയാവുന്നു.
പാച്ചു. അപ്പോട്ടാ രാഘവൻ. രാഘവ നിന്റെ കുടുംബം ഞാൻ കൊണ്ടുപോകും. രാഘവ നിന്നെ ഞാൻ തുണ്ടം തുണ്ടമായി വെട്ടി അരിയൻ. രാഘവ നീ ഇപ്പൊ പോയിക്കോ. നിന്നെ പിന്നെ എന്റെ കൈ കിട്ടുവടാ. അന്ന് നിന്നെ ഞാൻ കൊത്തി അരിയും. അപ്പോട്ടാ വാ നടക്ക്. എന്താടാ ഇതൊക്കെ? ഇതിങ്ങനെയാണമ്മേ. നന്നാവാൻ ശ്രമിച്ചാൽ ശത്രുക്കൾ കൂടും. അന്ന് ബാലാമണിയെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോ മുതല് അപ്പുവിന് പകയും ദേഷ്യവും ഒക്കെ തോന്നി തുടങ്ങിയതാ. നീ പേടിക്കൊന്നും വേണ്ട. അവനെ എനിക്കറിയാം. ഞാൻ സംസാരിച്ചോളാം. ഇതിന്റെ പേരിൽ ഇനി വഴക്കിനൊന്നും പോകരുത്. ഇല്ല, ഇനി ഒരിക്കലും പഴയ വഴിക്ക് ഞാൻ പോവില്ല. എന്താടാ സങ്കടപ്പെട്ടിരിക്കുകയാണോ ഭാര്യ ഇറങ്ങിപ്പോയതുകൊണ്ട്? ഏയ് സങ്കടമൊന്നുമില്ലമ്മേ. എന്നാലും ഇതുവരെ അവള് വീട് വിട്ട് പോയിട്ടില്ല. അതിന്റെ ഒരു പ്രയാസം. പ്രയാസം തോന്നുന്നെങ്കിൽ നീ ചെന്ന് വിളിക്ക്. ഞാൻ വഴക്ക് പറയൂന്ന് കരുതി നീ നിന്റെ ജീവിതം നശിപ്പിക്കണ്ട. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. അമ്മ ഇങ്ങനൊന്നും പറയല്ലേ. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല. വിളിക്കാനൊന്നും പോവില്ല ഞാൻ. അഹങ്കാരം കൊണ്ട് പോയതല്ലേ. തനിയെ തന്നെ തിരിച്ചു വരട്ടെ. അഹങ്കാരം അവള് മാത്രമല്ലല്ലോ, നീയും കാണിച്ചില്ലേ? ഞാൻ എന്ത് ചെയ്തു? എന്ത് തെറ്റ് കാണിച്ചാലും ഭാര്യയെ തല്ലുന്നത് ശരിയാണോടാ? ഇതാര് പഠിപ്പിച്ചു തന്നതാ ഈ സംസ്കാരം? അത് ശരി. ഇപ്പൊ എനിക്കായോ കുറ്റം? അപ്പൊ അമ്മ അവളെ തല്ലിയതോ? എനിക്ക് തല്ലാം. ഞാൻ അമ്മയല്ലേ. ശിക്ഷിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അപ്പൊ എനിക്കില്ലേ അമ്മേ? അതൊന്നും എനിക്കറിയില്ല. തല്ലിയ സ്ഥിതിക്ക് നീ അവളെ പോയി വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. വേറെ ആരെയല്ലല്ലോ, താലി കെട്ടിയ പെണ്ണിനെയല്ലേ. അതുകൊണ്ട് നിന്റെ അഭിമാനം ആവിയായി പോവൊന്നുമില്ലല്ലോ. അമ്മ എന്താ ഈ പറഞ്ഞു വരുന്നേ? അമ്മയ്ക്ക് സത്യത്തിലെ മൈഥിലി ഇഷ്ടമല്ലേ?